നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂരിൽ പോരാട്ടം മുറുകുകയാണ്. പി വി അൻവർ കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതിയാണ് മണ്ഡലത്തിൽ. പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികൾ. ഷഹദ് റഹ്മാൻ ഒപ്പം ശ്രീജിത് ശ്രീകുമാരൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, UDF ആദ്യം പത്രിക നൽകുന്നു, ആദ്യമേ തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നു. ആ നിലയ്ക്ക് അവരുടെ പ്രചാരണം മുന്നോട്ട് പോവുകയാണല്ലോ. ഇന്ന് എവിടെയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് പോത്തുകല്ലിലാണ് പ്രധാനമായിട്ടും UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നത്. രാവിലെയായിരുന്നു ഇതിന്റെ ഉദ്ഘാടനമായിട്ട്, അതായത് പഞ്ചായത്ത് തല പര്യടനത്തിന്റെ ഉദ്ഘാടനമായിട്ട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് റോഡ് ഷോ ആണ് പ്രധാനമായിട്ടും ഇന്ന് നടക്കുന്നത്. പോത്തുകല്ല് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക്, അതായത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് UDF ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് യുവ നേതാക്കളുടെ സാന്നിധ്യമാണ്. ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. വഴിയിലുടനീളം വലിയ രീതിയിൽ ഇവർക്ക് സ്വീകരണങ്ങൾ ഉണ്ട്. വിവിധയിടങ്ങളിൽ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കി അവിടെ വലിയ രീതിയിൽ പ്രസംഗമൊക്കെ നടത്തി സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുമൊക്കെയാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആത്മവിശ്വാസമാണ് അവർ വെച്ചു പുലർത്തുന്നത്. കാരണം LDFന്റെ സർക്കാർ, അതായത് മണ്ഡലത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പോത്തുകല്ലിൽ ഇപ്പോഴും 2019 പ്രളയത്തിൽ ദുരിതബാധിതരായിട്ട് പലർക്കും ഇപ്പോഴും വീടുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും മാത്രവുമല്ല, ഇന്നലെ KC വേണുഗോപാൽ വീണ്ടും തുടക്കമിട്ടിട്ടുള്ള, അതായത് മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മലപ്പുറം പരാമർശം ഇടയ്ക്കൊന്ന് അത് തണുത്തുപോയെങ്കിലും വീണ്ടും ഇന്നലെ KC വേണുഗോപാൽ അതിന് ചൂടേകിയിരിക്കുന്നു. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് UDF ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ചെറിയ ബ്രേക്ക് പറഞ്ഞിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടി വീണ്ടും പ്രചാരണം സജീവമാകും. ശ്രീജിത് ശ്രീകുമാരൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. LDF പ്രചാരണത്തിന്റെ വിവരങ്ങൾ തരും ശ്രീജിത് ശ്രീകുമാരൻ. ശ്രീജിത്ത്, ഈ M സ്വരാജ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയുണ്ടായ നിലപാട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നതാണ്. ഇപ്പോൾ ഏത് മേഖലയിലാണ് LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം? ശ്രീജിത്ത്. ഉന്മേഷ്, LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ തന്നെയാണുള്ളത്. ആര്യാടൻ ഷൗക്കത്തും ആ പോത്തുകൽ പഞ്ചായത്തിൽ തന്നെയാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ നിലപാട് പറഞ്ഞാണ് M സ്വരാജ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടി ആരംഭിച്ചത്. അദ്ദേഹം പോത്തുകല്ലിലെ പല പല പ്രദേശങ്ങൾ അദ്ദേഹം ഇന്ന് പ്രചാരണത്തിനായി എത്തി. പ്രധാനമായും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നാട് കൂടിയാണ്. അദ്ദേഹം പഠിച്ച സ്കൂളിൽ അടക്കം അദ്ദേഹം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവൺമെന്റ് LP സ്കൂൾ പൂളക്കാട്, GLP സ്കൂൾ പൂളക്കാട്, അവിടെയാണ് 1 മുതൽ 4 വരെ അദ്ദേഹം പഠിച്ചത്. അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അതുകൂടാതെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെയായി അവിടെ വെച്ച് അല്പസമയം സംവദിച്ചു. അതിനുശേഷം പല പല മേഖലകളിലൂടെ കടന്നുപോയി വിവിധ പ്രചാരണങ്ങൾ നടത്തി. അതുപോലെ തന്നെ സീഡ് ഫാം ഇന്ന് അദ്ദേഹം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്തായാലും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം, എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ട് വേണം. വർഗീയവാദികൾ നല്ല മനുഷ്യരല്ല എന്നാണ് M സ്വരാജ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാലും വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നൊരു നിലപാട് LDF സ്ഥാനാർത്ഥി തന്നെ തുറന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും ഈ പഞ്ചായത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണമുള്ളത്. ഇപ്പോൾ നേരത്തെ ഷഹദ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF ക്യാമ്പിലേതുപോലെ തന്നെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷേ ബ്രേക്ക് എടുത്താലും, ഈ പറയുന്നത് പോലെ പ്രചാരണത്തിന് ബ്രേക്ക് എടുത്താലും അദ്ദേഹം തന്റെ മുൻപ് താമസിച്ചിരുന്ന ചില പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം പേഴ്സണൽ ആവശ്യങ്ങൾക്കായി അദ്ദേഹം പോവുകയാണ്. എന്തായാലും M സ്വരാജ് ഇന്നും കൂടി പോത്തുകല്ലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രചരണം. നാളെയും അടുത്ത കേന്ദ്രത്തിലേക്ക് അദ്ദേഹം, അടുത്ത പഞ്ചായത്തിലേക്ക് അദ്ദേഹം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നുണ്ട് സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയിൽ. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിയും 3 ദിവസത്തെ പര്യടനത്തിനായി അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മണ്ഡലത്തിൽ ഏതൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്? മറ്റ് ആളുകളുടെയൊക്കെ ഒരു പര്യടന പരിപാടി, അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
നിലവിൽ എ വിജയരാഘവൻ, അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, അതുപോലെ തന്നെ MV ജയരാജൻ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ പ്രചാരണ രംഗത്ത് ചുമതല വഹിച്ചുകൊണ്ട് ഇവിടെ നിലവിലുള്ളത്. മറ്റ് മുഖ്യമന്ത്രി അടുത്ത ദിവസം 15 മുതൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രചാരണ പരിപാടി ആ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകും. 3 പഞ്ചായത്തുകൾ, ചുങ്കത്തറ അടക്കമുള്ള 3 പഞ്ചായത്തുകളിലാണ് ഈ പരിപാടി ഉള്ളത്. ഇപ്പോൾ M സ്വരാജ് ഒരു കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് നൽകാനാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മുൻപ് താമസിച്ചിരുന്ന മേഖലയിലെ ചില ആളുകളെയൊക്കെ കാണാൻ വേണ്ടി അദ്ദേഹം ആ പ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. M സ്വരാജ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ വ്യക്തിപരമായ സന്ദർശനം, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രദേശം, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായ സന്ദർശനം അദ്ദേഹത്തിന്റെ മുൻപ് താമസിച്ചിരുന്ന മേഖലകളിലൊക്കെ തന്നെയാണ് അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. അവർ വ്യക്തിപരമായ പരിചയമുള്ള ആളുകളാണ്. ഇത് മുൻപ് താമസിച്ചിരുന്ന മേഖലയാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു? അല്ല, കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മറ്റേ കൃത്യം അദ്ദേഹത്തിന് അറിയൂ. ഇവിടുത്തെ വാട്ടർ ടാങ്കിലുള്ള വീട്ടിലെ ആളാണ്. ഈ പ്രദേശത്തെ തയ്യൽക്കാരനാണ് എന്നതിലുപരി മികച്ച ഗായകനാണ്. പറഞ്ഞാൽ 2 വരി പാടും. ബലികുടീരങ്ങൾ തന്നെ ആത്മാവുണർത്തുന്ന സമര സത്യങ്ങൾ കൊരഗ്നി സന്ദേശമായി പ്രാണനിൽ വെട്ടം വിടർത്തും സഖാക്കൾക്ക് ചോരച്ച ധന്യവാദങ്ങൾ. വലിയ ആവേശമുണ്ടല്ലേ? ഹലോ, എന്താണ് വർത്തമാനം? നാട്ടുകാരാണ്, അതായത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് പരിചയമുള്ള നാട്ടുകാരാണ്. അവർ വളരെ വ്യക്തിപരമായ സന്ദർശനം, അദ്ദേഹത്തിന്റെ പ്രചരണ വാഹനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോലാഹലങ്ങളോ ഒന്നുമില്ല. നാട്ടുകാരെ കാണാൻ, ഈ പ്രദേശത്തെ ആളുകളെ കാണാൻ, അദ്ദേഹം മുമ്പ് താമസിച്ചിരുന്ന പ്രദേശത്തെ ആളുകളെ കാണാൻ വേണ്ടിയാണ്. അതവിടെ കുറെ സ്ത്രീകളൊക്കെ കൂടി നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. എല്ലാവർക്കും സന്നദ്ധൊന്നുമില്ല ഇവിടെ. അതെ, ഈ പ്രദേശത്തെ ആളുകളൊക്കെ കണ്ട് അവരോട് പരിചയം പുതുക്കുക. നേരത്തെ നമ്മൾ നമ്മുടെ സ്റ്റോറിയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു പരിചയം പുതുക്കലാണ് നടക്കുന്നത്. അതൊരു പ്രായമുള്ള ഒരു അമ്മ ഒക്കെ സ്വീകരിക്കാനായി ഇവിടെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥിയുടെ മുഖത്തുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള സ്വീകരണങ്ങളാണ് എല്ലാ മേഖലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ അവർക്ക് ലഭിച്ചതോടുകൂടി വലിയ സ്വീകരണം പല പല മേഖലകളിലും ലഭിക്കുന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയല്ല, മറിച്ച് ഈ പ്രദേശത്തുകാരനാണ്, ഈ പ്രദേശത്ത് നാട്ടുകാരനാണ്, പോത്തുകല്ലുകാരനാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു പൊളിറ്റിക്കൽ ആരോപണത്തിന്റെ ഒരു പ്രതികരണം കൂടി, ഒരു പൊളിറ്റിക്കൽ ആരോപണം ഇന്ന് കോൺഗ്രസ്സുകാരും ആര്യാടൻ ഷൗക്കത്ത് അടക്കം ഉന്നയിച്ചിരുന്നു. ഈ പോത്തുകല്ലിലെ ഈ പ്രളയ സമയത്ത് വീടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്, സർക്കാർ ഒന്നും ചെയ്തില്ല. അത് കവളപ്പാറയിലുണ്ടായിരുന്ന ഒരു വലിയ ദുരന്തമായിരുന്നു, മഹാദുരന്തം. അതിൽ നിരവധി പേർ നമ്മളോട് വിട പറഞ്ഞു. അതിൽ പലരുടെയും മൃതശരീരം വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. നമ്മുടെ ഈ നാട്ടിൽ നിന്നല്ല, ജില്ലയിൽ തന്നെ ഇങ്ങനൊരു ദുരന്തം മുമ്പുണ്ടായിട്ടില്ല. കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആ പ്രദേശത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ വളരെ പരിശ്രമം നടത്തി. ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. പക്ഷെ ചില ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഉണ്ടാവാം. അത് സംബന്ധിച്ച് ചില പരാതികളും ഉണ്ടാവാം. അതുകൂടി പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ മുണ്ടക്കൈ ദുരന്തത്തിന്റെയോ കവളപ്പാറ ദുരന്തത്തിന്റെയോ പശ്ചാത്തലമെടുത്ത് പരിശോധിച്ചാൽ ഒരു സർക്കാരിന് ഇതിനോടകം ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി ആ ഭൂമി അവിടെ മണ്ണിടിഞ്ഞ് അത് കൃഷിയോഗ്യമായി നിയന്ത്രിത കൃഷിക്ക് തരംതിരിച്ച് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അവിടെ. പിന്നെ നഷ്ടപ്പെട്ട ജീവന് പകരമൊന്നും കൊടുക്കാൻ സാധിക്കില്ല, ആർക്കും കഴിയില്ലല്ലോ. അത് നമ്മുടെ സാധ്യതയ്ക്ക് അപ്പുറമുള്ളതാണ്. എന്റെ അഭിപ്രായം, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ ഒരു മനുഷ്യ പക്ഷത്ത് നിന്ന് മനുഷ്യത്വപരമായ നിലയിൽ വേണം സമീപിക്കാൻ. അതിനെയൊന്നും വിവാദങ്ങളാക്കി മാറ്റാൻ പാടില്ല. സാധ്യമായതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതിനും സർക്കാരിന് മടിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നേതൃത്വത്തിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കും കടന്നു പോകാൻ കഴിയുന്നതേ ഉള്ളൂ. അതൊന്നും വിവാദമാക്കേണ്ട കാര്യമേ ഇല്ല. അതാണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. അദ്ദേഹം എല്ലാവരെയും കണ്ട് കൃത്യമായി. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് അദ്ദേഹം നേരത്തെ താമസിച്ച സ്ഥലത്തെത്തി ഇപ്പോൾ വോട്ട് തേടുകയാണ്.